അപ്പൊ നമുക്ക് 42-ാമത്തെ ശ്ലോകം നോക്കാം. ഈ 41 വരെയുള്ള ശ്ലോകങ്ങളിലായിട്ട് പീഠപൂജ മുഴുവനായിട്ട് പറഞ്ഞു. ഇനി വ്യത്യാസങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ വിഷയങ്ങളൊക്കെയാണ് പറയുന്നത്. പീഠം പങ്കജപശ്ചിമം महिषजिद्वर्जं समानक्रमं प्रायः प्रागपि पङ्कजादिदमहीन्द्राढ्यं रमावल्लभे बिम्बात्मोपरि पर्युपेतनवशक्रियेतत् कुमारी हरिश्रीशेषेषु ततः परेषु നവശക്തിയൂർധ്വസ്ഥബിംബാത്മകം. ഇതാണ് ശ്ലോകം. പദം മുറിക്കുന്ന സമയത്ത് പീഠം പങ്കജപശ്ചിമം महिषजिद्वर्जं സമാനക്രമം പ്രായ പ്രാക് അപി പങ്കജാത് ഇദം അഹീന്ദ്രാഢ്യം രമാവല്ലഭേ ബിംബാത്മോപരി പര്യുപേത നവശക്തിയേതത്. നവശക്തി ബിംബാത്മോപരി പര്യുപേത നവശക്തി ഏതത് കുമാരീ ഹരിശ്രീശേഷേഷു തതഃ പരേഷു നവശക്തിയൂർധ്വസ്ഥ ബിംബാത്മകം. ഇങ്ങനെയാണ് പദം മുറിക്കുക. പദം മുറിച്ച് പിന്നെ നമുക്കതിൽ ക്രിയയൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ ആ ക്രിയയോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് അതിൻ്റെ അർത്ഥം, ഒരു അന്വയം കിട്ടി ആ അന്വയത്തിനനുസരിച്ച് അർത്ഥം പറയുകയാണ് ചെയ്യുക. അപ്പോൾ महिषजिद्वर्जം എന്ന് പറഞ്ഞു. महिषजिद्वर्जം, महिषജിത്ത് എന്ന് പറഞ്ഞാൽ ദുർഗയാണ്. महिषജിത്ത്, महिषനെ ജയിച്ചയാൾ, അത് ദുർഗയാണ്. ഇപ്പൊ महिषജിത്ത് എന്ന് പറഞ്ഞാൽ ദുർഗ. महिषजित् വർജം, महिषജിത്തിനെ വർജിച്ചും കൊണ്ടുള്ള പക്ഷം. വർജിക്കുക, വർജിക്കുക എന്ന് പറയുമ്പോൾ ഒഴിവാക്കിയിട്ട്, അപ്പൊ ദുർഗയ്ക്ക് ഒഴിച്ച് എന്നുള്ള അർത്ഥം. അപ്പം महिषजिद्वर्जം എന്ന് പറഞ്ഞാൽ ദുർഗാം വർജയിത്വ അന്വേഷു, ദുർഗയെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ദേവകീ ദേവന്മാരിൽ എന്നർത്ഥം. ദേവന്മാരിൽ. പങ്കജപശ്ചിമം ഇദം പീഠം പ്രായ സമാനക്രമം. മറ്റുള്ള ദേവന്മാരില് പങ്കജപശ്ചിമം, പങ്കജപശ്ചിമം എന്ന് പറഞ്ഞാൽ പങ്കജം കഴിവോളം. പങ്കജം എന്ന് പറഞ്ഞാൽ പത്മം, പത്മം കഴിവോളമുള്ള. പത്മം എന്ന് പറഞ്ഞാൽ പത്മായ നമ എന്നുള്ള മന്ത്രം. നമ്മൾ പീഠപൂജയിൽ പത്മായ നമ എന്നുള്ള മന്ത്രം ഉണ്ടല്ലോ, ആ മന്ത്രം കഴിവോളമുള്ള ആ പീഠപൂജാ മന്ത്രങ്ങള് പ്രായ സമാനക്രമം, പ്രായ സമാനക്രമം, മിക്കവാറും സമാനക്രമം ഒരേപോലെയാണ് വരുന്നത്. അതായത് ദുർഗയ്ക്കൊഴിച്ച് ബാക്കിയുള്ള എല്ലാ ദേവന്മാരിലും പത്മം കഴിവോളമുള്ള പീഠപൂജാ മന്ത്രങ്ങള് ഒരേപോലെയാണ് വരുന്നത്. അതിൽ ചെറിയ വ്യത്യാസങ്ങൾ പിന്നെ പറയാണ്. രമാവല്ലഭേ ഇദം പീഠം. രമാവല്ലഭൻ, രമയുടെ വല്ലഭൻ. രമ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ഭഗവതി, ലക്ഷ്മി ഭഗവതിയുടെ വല്ലഭൻ, ഭർത്താവ്, അതായത് മഹാവിഷ്ണു. രമാവല്ലഭേ എന്ന് പറയുമ്പോൾ മഹാവിഷ്ണുവിങ്കൽ, മഹാവിഷ്ണുവിന് ഇദം പീഠം, ഈ പീഠം, ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ ഈ പീഠം തന്നെ അതിന് ചെറിയ വേറൊരു വ്യത്യാസം പറയുകയാണ്. ഇദം പീഠം പങ്കജാത് പ്രാക് അപി, പങ്കജാത് പ്രാക് അപി.
പങ്കജത്തിൽ നിന്നും പ്രാക്, മുൻപായിട്ട്. പങ്കജം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പത്മം. ആ പത്മത്തിന് മുൻപായിട്ട് അഹീന്ദ്രാഢ്യം, അഹീന്ദ്രൻ ആഢ്യമായിട്ട്, അഹീന്ദ്രനോട് കൂടിയിട്ട്. ആഢ്യം എന്ന് പറയുമ്പോൾ കൂടിയിട്ട് എന്നൊക്കെയുള്ള അർത്ഥം വരിക. കൂടുക, ആഢ്യൻ. ആഢ്യൻ എന്ന് പറഞ്ഞാൽ കൂടിയ ആളാണ്. അപ്പൊ ആഢ്യം എന്ന് പറയുമ്പോൾ കൂടിയത്. അപ്പൊ അഹീന്ദ്രാഢ്യം, അഹീന്ദ്രനോട് കൂടിയത്. അഹീന്ദ്രൻ ആരാണ്? അഹി എന്ന് പറഞ്ഞാൽ പാമ്പ് ആണ്. അഹി സർപ്പം, പാമ്പ് എന്നൊക്കെയുള്ള അർത്ഥമാണ് അഹി. അപ്പൊ അഹീന്ദ്രൻ, പാമ്പുകളുടെ ഇന്ദ്രൻ, പാമ്പുകളുടെ രാജാവ്. അതാരാണ്? അനന്തൻ. അപ്പോഴ് മഹാവിഷ്ണുവിന് പങ്കജാത് പ്രാക്, പത്മായനമായെന്ന് പൂജിക്കുന്നതിന് മുമ്പായിട്ട് അഹീന്ദ്രാഢ്യം, അഹീന്ദ്രനും കൂടെ വേണം. അതായത് അനന്തൻ വേണം എന്നർത്ഥം. അപ്പൊ അനന്തൻ കഴിഞ്ഞിട്ടാണ് പത്മം. അതാണ് പറഞ്ഞത്. അഹീന്ദ്രാഢ്യം അനന്തായ നമ ഇതി അനേന യുക്തം എന്നതിനോട് കൂടിയിട്ട് ഭവതി. അങ്ങനെയാണ് പീഠപൂജ വരിക. ഇനി ഉള്ള വ്യത്യാസങ്ങൾ പറയാണ്. കുമാരീ ഹരിശ്രീശേഷു, കുമാരി, ഹരി, ശ്രീശ, ഈശേഷു. അപ്പൊ ദുർഗ, കുമാരി എന്ന് പറഞ്ഞാൽ ദുർഗയാണ്. ദുർഗ, പിന്നെ ഹരി വിഷ്ണു, ശ്രീശേഷു ശ്രീശൻ. ശ്രീശൻ എന്ന് പറഞ്ഞാൽ ശങ്കരനാരായണനാണ്. ശ്രീശേഷേഷു ശ്രീശൻ. ഈ ദേവന്മാർക്ക്, അതായത് ദുർഗ, വിഷ്ണു, ശങ്കരനാരായണന്മാരിൽ ഈ 3 ദേവന്മാർക്ക് ഏതത് പീഠം, ഇതേ പീഠം തന്നെ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പീഠം, ബിംബാത്മോപരി പര്യുപേത നവശക്തി, ബിംബ ആത്മ ഉപരി, ബിംബത്തിൻ്റെയും ആത്മ എന്നതിൻ്റെയും ഉപരി, മുകളിലായിട്ട് പര്യുപേത നവശക്തി. അപ്പൊ നവശക്തി ഏത് സമയത്ത് വരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ബിംബ ആത്മ ഉപരി, ബിംബത്തിൻ്റെയും ആത്മ ഉപരിയായിട്ട്. അതായത് ബിംബം എന്ന് പറയുന്നത് മണ്ഡലം ആണ്. മണ്ഡലം, മണ്ഡലത്രയം ഉണ്ടല്ലോ, ആ മണ്ഡലത്തിനെയാണ് ഇവിടെ ബിംബം എന്ന് പറഞ്ഞത്. അപ്പൊ ബിംബ ആത്മ ഉപരി, ഇപ്പൊ മണ്ഡലത്രയത്തിൻ്റെയും പിന്നെ ആത്മ എന്ന് പറഞ്ഞാൽ ആത്മചതുഷ്ടയം വരുന്നുണ്ടല്ലോ. മണ്ഡലത്രയം ആത്മചതുഷ്ടയം കഴിഞ്ഞിട്ടാണല്ലോ അടുത്ത മന്ത്രം വരുന്നത്. അവിടെ ബിംബാത്മോപരി, അതായത് മണ്ഡലത്രയവും ആത്മചതുഷ്ടയവും കഴിഞ്ഞാല് ഉപരിഭാഗത്തായിട്ട് സ്ഥിതാഭിർ നവശക്തിഭിര്യുതം. ഇപ്പൊ മണ്ഡലത്രയവും ആത്മചതുഷ്ടയവും കഴിഞ്ഞിട്ടാണ് നവശക്തി വരുന്നത് എന്ന് പറഞ്ഞു. നവശക്തി ഉപരി മണ്ഡലാനാം ആത്മാനാം ച ഉപരിഭാഗസ്ഥിതാഭി നവശക്തിഭിര്യുതം എന്ന് പറഞ്ഞു. പിന്നെ തതഃപരേഷു, പിന്നെ നവശക്തിയൂർധ്വസ്ഥ ബിംബാത്മകം നവശക്തീനാം ഊർധ്വസ്ഥിതേന മണ്ഡലത്രയേണ ആത്മത്രയേണ ച യുക്തം സ്യാത്. തതഃപരേഷു, ഇപ്പൊ നമ്മൾ പറഞ്ഞത് 3, അതായത് കുമാരി, ഹരിശ്രീശേഷു എന്നാണല്ലോ പറഞ്ഞത്. അതായത് ദുർഗ, വിഷ്ണു, ശങ്കരനാരായണന്മാരിൽ മണ്ഡലത്രയവും ആത്മചതുഷ്ടയവും കഴിഞ്ഞാൽ ആണ് നവശക്തി എന്ന് പറഞ്ഞു. തതഃപരേഷു ദേവേഷു, മറ്റുള്ള ദേവന്മാരിൽ, ഈ 3 ദേവന്മാര് അല്ലാത്ത മറ്റു ദേവന്മാരിൽ എങ്ങനെയാണ് വരിക? നവശക്തിയൂർധ്വസ്ഥ ബിംബാത്മകം. അവർക്ക് നവശക്തി ഊർധ്വസ്ഥം, നവശക്തിയുടെ ഊർധ്വഭാഗത്തായിട്ട്,
നവശക്തിയുടെ മുകളിൽ, അതായത് നവശക്തി കഴിഞ്ഞിട്ട് എന്നർത്ഥം. നവശക്തി കഴിഞ്ഞിട്ട് ബിംബ ആത്മകം, കഴിഞ്ഞിട്ടാണ് ഈ ബിംബവും ആത്മാ അതും വരുന്നത്. ബിംബം എന്ന് പറഞ്ഞാൽ പറഞ്ഞു മണ്ഡലത്രയം, ആത്മാ എന്ന് പറഞ്ഞാൽ ആത്മചതുഷ്ടയം. അപ്പൊ നവശക്തി കഴിഞ്ഞിട്ട് മണ്ഡലത്രയവും ആത്മചതുഷ്ടയവും എന്നാണ് പറഞ്ഞത്. നവശക്തീനാം ഊർധ്വസ്ഥിതേന, നവശക്തിയുടെ ഊർധ്വസ്ഥിതമായിരിക്കുന്ന മണ്ഡലത്രയേണ ആത്മത്രയേണ ചയുക്തം, ആത്മത്രയം എന്ന് പറഞ്ഞു. ആത്മത്രയം മാത്രമല്ല, ആത്മചതുഷ്ടയുണ്ട്. ആത്മചതുഷ്ടയേണ ചയുക്തം സ്യാത്, യുക്തമായിട്ട് തന്നെ ഭവിക്കുന്നു. ഇനി അതിന്റെ വിവരണം നോക്കാം. പീഠം പങ്കജ പശ്ചിമമിതി ഗുർവാദി പത്മാന്തം. ഗുരു പീഠം പങ്കജ പശ്ചിമം എന്ന് പറഞ്ഞത് കൊണ്ട് ഗുങ്കുരുഭ്യോ നമ ഗുർവാദി പത്മാന്തം, ഗുങ്കുരുഭ്യോ നമ എന്ന് തുടങ്ങിയിട്ട് പം പത്മായ നമ എന്നുള്ള മന്ത്രങ്ങളെയാണ് ഉദ്ദേശിച്ചത്. ആ മന്ത്രങ്ങളിൽ മഹിഷജിദ്വർജം ഇതി, മഹിഷജിദ്വർജം എന്ന് പറഞ്ഞു. മഹിഷജിത്ത് വർജം എന്ന് പറഞ്ഞത് എന്താണ്? ദുർഗായാം ഏവ ഭേദ, ദുർഗയ്ക്ക് മാത്രമാണ് അവിടെ ഒരു വ്യത്യാസം പറഞ്ഞിട്ടുള്ളത്, മറ്റൊരു ദേവീ ദേവന്മാർക്കും വ്യത്യാസമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പൂജ പഠിച്ചവർക്ക് ചെറിയ ചില സംശയങ്ങൾ ഉണ്ടാവും. അറിയുന്നവർക്ക് ഭദ്രകാളിക്ക് വ്യത്യാസം ഉണ്ടല്ലോ എന്നൊക്കെ സംശയം ഉണ്ടാവാം. അപ്പൊ അതിന്റെ ഉത്തരം എന്താണെന്ന് വിചാരിച്ചാല്, ഈ തന്ത്രസമുച്ചയത്തില് ഭദ്രകാളിയുടെ പൂജാവിധാനങ്ങൾ എന്നല്ല, ഭദ്രകാളിയെ കുറിച്ചുള്ള ഒന്നും പറയുന്നില്ല. 7 ദേവീദേവന്മാരുടെ ക്രിയകളാണ് തന്ത്രസമുച്ചയത്തിൽ പറയുന്നത് എന്നുള്ളത് കൊണ്ട് ദേവന്മാരും ദുർഗാഭഗവതിയും 6 ദേവന്മാരും ദുർഗാഭഗവതിയും അങ്ങനെ 7 ദേവീദേവന്മാരുടെ പൂജയായിട്ടാണ്, പൂജ എന്നല്ല വിശേഷങ്ങളാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പീഠപൂജയിലുള്ള വ്യത്യാസം ദുർഗയ്ക്ക് മാത്രം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതൊന്നും ഓർമ്മിച്ചാൽ മതി. ഭദ്രകാളിയൊന്നും ഇതിൽ പെടില്ല എന്ന് ഓർമ്മിക്കുക. ഭദ്രകാളിയുടെതൊക്കെ തന്ത്രസമുച്ചയം കഴിഞ്ഞിട്ട് ശേഷസമുച്ചയം എന്നുള്ള പുസ്തകത്തിലാണ് വരുന്നത്. അപ്പൊ ഈ തന്ത്രസമുച്ചയത്തിൽ വരുന്ന ദേവീദേവന്മാരുടെ വ്യത്യാസങ്ങളും ക്രമങ്ങളും മാത്രമാണ് ഈ ശ്ലോകത്തിൽ ഇപ്പോഴും പറഞ്ഞത്. പീഠം പങ്കജപശ്ചിമം മഹിഷജിദ്വർജം എന്ന് പറയുമ്പോൾ അവിടെ ദുർഗയ്ക്ക് മാത്രമാണ് വ്യത്യാസം. അത് കൃത്യമാണ്, കാരണം മറ്റുള്ള ഭദ്രകാളിയൊന്നും ഇതിലില്ല എന്നുള്ളത് കൊണ്ട് അത് കൃത്യമാണ്. ഇപ്പോ ദുർഗായാം ഏവ ഭേദ, ദുർഗയ്ക്ക് മാത്രമാണ് അവിടെ വ്യത്യാസം പറഞ്ഞിട്ടുള്ളത്. പ്രായ ഇതി ക്വചിത് ഭേദമാത്ര സദ്ഭാവ അഭിപ്രായം തത് ഏവ ആഹാ. ഇവിടെ ക്വചിത് പ്രായ എന്ന് പറഞ്ഞു, മിക്കവാറും എന്ന് പറഞ്ഞു. ആ മിക്കവാറും എന്ന് പറയാൻ കാരണം ക്വചിത് ചില സ്ഥലങ്ങളിൽ ഭേദമാത്ര സദ്ഭാവ അഭിപ്രായം തത് ഏവ ആഹ, ചില സ്ഥലത്ത് ചില വ്യത്യാസങ്ങൾ ചിലർ പറഞ്ഞു വരുന്നുണ്ട് എന്ന് മാത്രം. പ്രാക് അപി ഇതി അഹീന്ദ്രോ അനന്ത, പ്രാക് അപി ഇതി, പ്രാക് അപി ഇതി മുൻപ്, അതായത് പങ്കജത്തിന് മുമ്പ്, പങ്കജാത് പ്രാക്, അവിടെ അഹീന്ദ്ര അനന്ത, അനന്തരാണ് വരുന്നത്. ബിംബാത്മോപരി ഇതി, ബിംബാത്മ ഉപരി എന്ന് പറഞ്ഞത് എന്താണ്? മണ്ഡലാനാം ആത്മനാം അപി ഉപരി, മണ്ഡലങ്ങളുടെയും ആത്മനാം അപി ഉപരി, മണ്ഡലങ്ങളുടെയും ആത്മകളുടെയും ഉപരിയായിട്ട് നവശക്തയ, നവശക്തികള്. വിഷ്ണു ദുർഗാ ഹരിഹരേഷു ഇത്യർത്ഥ, വിഷ്ണുവിനും ദുർഗയ്ക്കും ഹരിഹരൻ, ഹരിഹരൻ എന്ന് പറഞ്ഞാൽ ശങ്കരനാരായണൻ, ഈ ദേവന്മാർക്ക് ഈ പറഞ്ഞതുപോലെയാണ് വരുന്നത്. അതായത് മണ്ഡലവും ആത്മചതുഷ്ടയവും കഴിഞ്ഞിട്ട് നവശക്തിയാണ് വരുന്നത്. തതഃപരേഷു എന്ന് പറഞ്ഞു. തതഃപരേഷു എന്ന് പറയുമ്പോൾ നവശക്തി ഊർധ്വസ്ഥ ബിംബാത്മകം, നവശക്തീനാം
നവശക്തികളുടെ ഊർധ്വസ്ഥിതേന കഴിഞ്ഞതിന് ശേഷം മണ്ഡലത്രയേണ ആത്മത്രയേണ ച യുക്തം സ്യാത്. മണ്ഡലത്രയത്തോടും ആത്മത്രയം എന്നാണ് ഇവിടെ എഴുതിയത്, ആത്മചതുഷ്ടയത്തോടും കൂടിയിട്ട് വരണം എന്ന് അർത്ഥമായിട്ട് വരുന്നു. അങ്ങനെ വിഷ്ണു ദുർഗാ ഹരിഹരേഷു ഏതദിതി പീഠം നവശക്തിയോ വിഷ്ണു ദുർഗാ ഹരിഹരേഷു ഇത്യർത്ഥ. ഏതത് ഇതി പീഠം ഹരേഷു പരേഷു ഇതി, മറ്റുള്ള ദേവന്മാരിൽ എന്ന് പറഞ്ഞത് ആരെയൊക്കെയാണ്? ശിവ സ്കന്ദ വിഘ്ന ആര്യേഷു. ശിവന് സ്കന്ദൻ, സുബ്രഹ്മണ്യന് വിഘ്നൻ, വിഘ്നൻ എന്ന് പറഞ്ഞാൽ ഗണപതി, ആര്യൻ, ആര്യൻ എന്ന് പറഞ്ഞാൽ ശാസ്താവ്, ആര്യന്മാരിൽ. അതായത് ശിവ സ്കന്ദ വിഘ്ന ആര്യേഷു, ശിവന്, സുബ്രഹ്മണ്യന്, ഗണപതിക്ക്, ശാസ്താവിന്. അപ്പോ ശിവൻ, സ്കന്ദൻ, വിഘ്നൻ, ആര്യൻ, ഈ 4 ദേവന്മാർക്ക് ഈ പറഞ്ഞതുപോലെ നവശക്തി കഴിഞ്ഞതിന് ശേഷം മണ്ഡലത്രയവും ആത്മചതുഷ്ടയവും. പിന്നെയുള്ള 3 ദുർഗ, മഹാവിഷ്ണു, ശങ്കരനാരായണൻ. അപ്പോൾ 4, 3, 7 ദേവന്മാരായി. ഈ 3 ദേവന്മാർക്ക് മണ്ഡലത്രയവും ആത്മചതുഷ്ടയവും കഴിഞ്ഞിട്ട് നവശക്തി. ഇതാണ് വ്യത്യാസമായിട്ട് വരുന്നത് എന്നർത്ഥം. നവശക്തീനാം ഉപരി മണ്ഡലാനി ആത്മാന ച ഇതി അർത്ഥ. ഇങ്ങനെയാണ് അർത്ഥമായിട്ട് വരുന്നത്. ഇപ്പൊ ശ്ലോകത്തിൽ അർത്ഥം പറയാൻ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ പീഠം, പങ്കജ പശ്ചിമം, മഹിഷജിദ് വർജം. പങ്കജ പശ്ചിമം, പശ്ചിമം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, കഴിവോളം എന്നുള്ള അർത്ഥം. മഹിഷജിദ് വർജം, മഹിഷജിത്തിനെ വർജം, വർജിക്കുക, ഒഴിവാക്കുക, മഹിഷജിത്ത് ഒഴിച്ച് എന്നുള്ള അർത്ഥം. സമാനക്രമം, ക്രമം സമാനമാണ്, അതാണ് സമാനക്രമം. പ്രായ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം മിക്കവാറും. പ്രാക് എന്ന് പറഞ്ഞാൽ മുൻപ്, അപി മുൻപും. പങ്കജാത് എന്ന് പറഞ്ഞാൽ പങ്കജത്തിൽ നിന്ന്. ഇതം, ഇതം എന്ന് പറയുന്നത് എന്തിനാണ്? ഇതം പീഠം, ഈ പീഠം. പങ്കജാത് ഇതം പീഠം അഹീന്ദ്രാഢ്യം, അഹീന്ദ്ര, അഹീന്ദ്രൻ. അവിടെ പങ്കജാത് ഇതം, പങ്കജാതിദം എന്നാവും. പങ്കജാതിദം കഴിഞ്ഞിട്ട് അഹീന്ദ്രാഢ്യം എന്നാണ്. അത് ചിലപ്പം ചിലർക്കൊക്കെ മാറിപ്പോവാൻ പങ്കജാതിദ മഹീന്ദ്രാഢ്യം, മഹീന്ദ്ര എന്നുള്ളതൊക്കെ പലർക്കും പരിചയമുണ്ടാവും. അപ്പോൾ മഹീന്ദ്രാഢ്യം എന്നായി പോകും ചിലപ്പോൾ. അതല്ല വേണ്ടത്, അവിടെ പദം മുറുക്കി തന്നെ വേണം. പങ്കജാതിദം അഹീന്ദ്രാഢ്യം, പങ്കജാതിദം അഹീന്ദ്രാഢ്യം. ചൊല്ലുമ്പോൾ മനസ്സിലാവില്ല, ഒരുമിച്ച് കൂട്ടി ചെല്ലുമ്പോൾ പങ്കജാതിദം അഹീന്ദ്രാഢ്യം തന്നെ അതില്ല. പക്ഷെ അത് പദം മുറിക്കുമ്പോൾ എങ്ങനെ എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പോഴാണ് പങ്കജാതിദം അഹീന്ദ്രാഢ്യം, പങ്കജാതിദം അഹീന്ദ്രാഢ്യം എന്ന് അറിയണം. ഇല്ലെങ്കിൽ നമുക്ക് അർത്ഥം തന്നെ മാറിപ്പോകും. പങ്കജാതിദം അഹീന്ദ്രാഢ്യം രമാവല്ലഭേ, രമായാ വല്ലഭ, 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 അതാണ് രമാവല്ലഭൻ, രമയുടെ വല്ലഭൻ. ബിംബാത്മോപരി പര്യുപേത നവശക്തി, ബിംബാത്മോപരി പര്യുപേത നവശക്തി. ബിംബ, ബിംബത്തിൻ്റെയും ആത്മ, ആത്മ എന്നതിൻ്റെയും ഉപരി, ബിംബ ആത്മ ഉപരി, ബിംബത്തിൻ്റെയും ആത്മ എന്നതിൻ്റെയും ഉപരി, ഉപരി പര്യുപേത, പരി ഉപേത, അതിന് ഉപേതം എന്ന് പറഞ്ഞാൽ കൂടിയ, കൂടിയ നവശക്തി, കൂടിയതായ നവശക്തി. ഏതത് നവശക്തി, ഏതത് നവശക്തി, ഏതത് എന്നാവും. പിന്നെ കുമാരി ഹരി ശ്രീശേഷു,
ശ്രീശേഷേഷു. കുമാരി ഹരിശ്രീശേഷേഷു. അപ്പൊ അവിടെ കുമാരി എന്ന് പറഞ്ഞാൽ കുമാരി ദുർഗ, ഹരി എന്ന് പറഞ്ഞാൽ ഹരി മഹാവിഷ്ണു, പിന്നെ ശ്രീശേഷേഷു ശ്രീശേഷൻ. ശ്രീശൻ എന്ന് പറഞ്ഞാൽ ശ്രീയുടെ ഈശൻ, അതായത് വിഷ്ണു. ഈശൻ എന്ന് പറഞ്ഞാൽ ശിവൻ. അപ്പൊ ശ്രീശനും ഈശനും കൂടിയതാണ് ശ്രീശേഷൻ ശങ്കരനാരായണൻ. ഇങ്ങനെയുള്ള ചില പ്രയോഗങ്ങൾ. കുമാരി ഹരി, അവിടെ ഹരി എന്ന് പറഞ്ഞത് വിഷ്ണുവിനെ ഉദ്ദേശിച്ചിട്ടാണ്. പിന്നെ ശ്രീശേഷേഷു എന്ന് ഒരുമിച്ചാണ്. കുമാരി ഹരി ശ്രീശേഷ ഏതേ ത്രയ, അതാണ് കുമാരി ഹരിശ്രീശേഷ ഏതേഷു കുമാരി ഹരിശ്രീശേഷേതേഷു. കുമാരി ഹരിശ്രീശേഷേഷു എന്ന് വരുന്നത് അതാണ്. കുമാരി ഹരി ശ്രീശേഷൻ. ഇങ്ങനെ 3 ദേവന്മാരിൽ തതഃപരേഷു എന്ന് പറയുമ്പോൾ ഈ 3 ദേവന്മാര് കഴിഞ്ഞിട്ട് വരുന്ന മറ്റു ദേവന്മാരിൽ. അപ്പൊ 3 ദേവന്മാര് കഴിഞ്ഞാൽ പിന്നെ ബാക്കി വരുന്നത് 4 ദേവന്മാരാണ്. ഇപ്പൊ 3, 4, 7 ദേവീ ദേവന്മാരുടേതാണ് ഈ തന്ത്രസമുച്ചയത്തിൽ പറയുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ മറ്റുള്ളവരുടെ ഒന്നുമില്ല. അപ്പൊ ഈ 7 ദേവീ ദേവന്മാരുടെ മാത്രം വിശേഷങ്ങളാണ് ഇതിൽ പറയുന്നത്. അങ്ങനെ തതഃപരേഷു എന്ന് പറയുമ്പോൾ തത എന്നുള്ളത് തസിലന്തം അവ്യയാണ്. തത അനന്തരം, അനന്തരം എന്നൊരർത്ഥമുണ്ട് തത എന്നുള്ളതിന്. പിന്നെ തതഃപരേഷു എന്നുള്ള അതിന് പരന്മാരിൽ, അതിൽ നിന്ന് പരന്മാരിൽ. തത എന്നുള്ളതിന് അനന്തരം എന്നൊരർത്ഥമുണ്ട്. തത് ഇൽ നിന്ന്, തസ് എന്ന് പറയുന്നതിന് ഇൽ നിന്ന് എന്നൊരർത്ഥം, പഞ്ചമിയുടെ അർത്ഥം കിട്ടും. അപ്പോ അതിൽ നിന്ന്. അപ്പൊ തതഃപരേഷു എന്ന് പറയുമ്പോൾ ആ ദേവന്മാര് പറഞ്ഞു തതഃപരേഷു, അതിൽ നിന്നും പരേഷു, അതിൽ നിന്നും പരന്മാരായിട്ടുള്ളവരിൽ. അപ്പം ബാക്കി 4 ദേവന്മാർ. അവർക്ക് നവശക്തിയൂർധ്വസ്ഥബിംബാത്മകം, നവശക്തിയുടെ ഊർധ്വത്തിലായിട്ട്, നവശക്തി കഴിഞ്ഞതിന് ശേഷം ബിംബ ആത്മകം, ബിംബവും ആത്മാവും ഓടുകൂടി വരുന്നത്. അപ്പൊ ഇതാണ് 42ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം വരുന്നത്. അവിടെ പൊതുവായിട്ട് പറഞ്ഞത് പീഠം, 2 തരത്തിലുള്ള പീഠപൂജാക്രമം അല്ലെങ്കിൽ 3 തരത്തിലുള്ള പീഠപൂജാക്രമങ്ങൾ ഇവിടെ പറഞ്ഞു എന്ന് പറയാം. ഒന്ന്, മഹാവിഷ്ണുവിന് മാത്രം ഒരു പൂജാക്രമം, ഒരു പീഠപൂജാക്രമം. കാരണം മഹാവിഷ്ണുവിന് മാത്രമാണ് ഇപ്പോൾ അനന്തൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ വേറൊരു പൂജാക്രമം എന്ന് പറഞ്ഞാൽ അനന്തൻ ഇല്ലാതെ പത്മം വരെ എല്ലാ ദേവന്മാർക്കും ഒരു ക്രമം. പിന്നെ വ്യത്യാസമായിട്ട് വരുന്നത് നവശക്തി ഒന്നുകിൽ അപ്പുറത്ത് വരും അല്ലെങ്കിൽ ഇപ്പുറത്ത് വരും. മണ്ഡലത്രയവും ആത്മചതുഷ്ടയവും കഴിഞ്ഞിട്ട് നവശക്തി വരുന്ന പക്ഷം നേരെ തിരിച്ച്, മണ്ഡലത്രയവും നവശക്തി കഴിഞ്ഞിട്ട് മണ്ഡലത്രയവും ആത്മചതുഷ്ടയവും വരുന്ന പക്ഷം. അത് കഴിഞ്ഞാൽ പിന്നെ സമഷ്ടിയാണ്. സമഷ്ടി എപ്പോഴും അവസാനം തന്നെ. അതില് ഈ നവശക്തിയും ഈ മണ്ഡലത്രയവും ആത്മചതുഷ്ടയവുമാണ് മാറി വരിക. അപ്പൊ മണ്ഡലത്രയവും ആത്മചതുഷ്ടയം എന്നുള്ള ക്രമം വ്യത്യാസം വരില്ല. ചിലപ്പോഴും മണ്ഡലത്രയത്തിന് മുൻപായിട്ട് നവശക്തി വരും, അല്ലെങ്കിൽ ആത്മചതുഷ്ടയം കഴിഞ്ഞതിന് ശേഷം നവശക്തി വരും. അങ്ങനെ ഉള്ള ഒരു വ്യത്യാസം. അങ്ങനെ ഒരു 3 തരത്തിലുള്ള പീഠപൂജാക്രമങ്ങളാണ് ഉള്ളത് എന്ന് ഇവിടെ പറഞ്ഞു. അപ്പൊ നമുക്ക് ശ്ലോകം നോക്കാം. പീഠം പങ്കജപശ്ചിമം മഹിഷജിദ്വർജം സമാനക്രമം പ്രായ പ്രാഗപി പങ്കജാദിതമഹീന്ദ്രാഢ്യം രമാവല്ലഭേ ബിംബാത്മോപരിപര്യുപേത നവശക്തിയേതത് കുമാരീ ഹരിശ്രീശേഷേഷു തതഃ പരേഷു
നവശക്തിയൂർധ്വസ്ഥബിംബാത്മകം. ഇനി ഈ പ്രസന്റ് ചെയ്തതിൽ എന്തെങ്കിലും എന്താ ഉള്ളതെന്ന് നോക്കാം. പീഠം പങ്കജ പശ്ചിമം, ശ്ലോകം അങ്ങനെ തന്നെ അല്ലേ, പ്രായപ്രാഗപി വ്യത്യാസം ഉണ്ടാവില്ല. പങ്കജ പശ്ചിമം പീഠം, പത്മായനമായെന്ന് കഴിവോളമുള്ള പീഠമന്ത്രം. മഹിഷജിദ്വർജം പ്രായ സമാനക്രമം. ദുർഗയെ കൂടാതെ ശേഷം എല്ലാ ദേവന്മാരിലും മിക്കവാറും തുല്യമായിരിക്കും. രമാവല്ലഭേ പങ്കജാത് പ്രാക് ഇതം അഹീന്ദ്രാഢ്യം. വിഷ്ണുവിങ്കൽ, രമാവല്ലഭേ വിഷ്ണുവിങ്കൽ, പത്മായ നമ എന്നതിൻ്റെ മുമ്പിൽ, പങ്കജാത് പ്രാക് പത്മായ നമ എന്നതിൻ്റെ മുമ്പിൽ അനന്തായ നമ എന്നും കൂടെ കൂടിയിരിക്കും. ഇത് കുമാരി ഹരിശ്രീശേഷു ബിംബാത്മോപരി പര്യുവേദ നവശക്തി ഏതത്. ദുർഗയിങ്കലും വിഷ്ണുവിങ്കലും ശങ്കരനാരായണങ്കലും മണ്ഡലത്രയവും ആത്മചതുഷ്ടയവും കഴിഞ്ഞ് മുകളിൽ നവശക്തികളോടുകൂടെ ഇരിക്കും. ഈ പീഠമന്ത്രം തതഃപരേഷു നവശക്തി ഊർധ്വസ്ഥബിംബാത്മകം. ശേഷം ശിവസ്കന്ദ വിഘ്ന ശാസ്താക്കന്മാരിൽ നവശക്തി കഴിഞ്ഞാൽ ഒടുക്കം മണ്ഡലത്രയവും ആത്മചതുഷ്ടയവും വേണം. എല്ലാവർക്കും ഒടുക്കം സമഷ്ടി തന്നെ. അപ്പോൾ ഈ ഒരു വ്യത്യാസമാണ് ഈ 3 തരത്തിലോ ഒക്കെ ആയിട്ടുള്ള പീഠപൂജാക്രമമാണ് നമ്മളിവിടെ പറഞ്ഞത്. ശ്ലോകം ഒന്നുകൂടി ഞാൻ ചൊല്ലാം. പീഠം പങ്കജ പശ്ചിമം മഹിഷജിദ്വർജം സമാനക്രമം പ്രായ പ്രാഗപി പങ്കജാദിതമഹീന്ദ്രാഢ്യം രമാവല്ലഭേ ബിംബാത്മോപരിപര്യുപേത നവശക്തിയേതത് കുമാരീ ഹരിശ്രീശേഷേഷു തതഃ പരേഷു നവശക്തിയൂർധ്വസ്ഥബിംബാത്മകം. അപ്പോൾ ഇനി സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ